ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വിജയത്തിന്റെ പ്രശ്നമില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു. അപ്പൊ എന്നെ പോലീസ് വന്ന് അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഞാൻ ഇന്ന് എന്റെ അപ്പനും അമ്മയ്ക്ക് 90 വയസ്സേ അപ്പനും അമ്മയാണ്. അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ കൂടെ 10 ദിവസം താമസിക്കാൻ. അപ്പനുള്ള ആരോഗ്യമില്ല. പക്ഷെ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് 2 ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ വണ്ടി ഓടിച്ച് ഞാൻ ഇവിടെ എത്തി. വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നത്. ഞാൻ അതിന് വേണ്ടിക്ക് ഇടയ്ക്ക് ഞാൻ ആയൂര് വന്നപ്പം ഒരു വഴി തിരിച്ചുപോയി. ഞാൻ ഒരിടത്ത് പോയി 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു. കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു. ഞാൻ തിരുവനന്തപുരത്ത് വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ കയറി, ഞാനൊന്ന് കുളിച്ചു കഴിഞ്ഞ് അമ്മയ്ക്കും അപ്പനും ഭക്ഷണം, പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കണ്ട, മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത്. ഒരു സംഘം വന്നു, ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു, ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ്, സഹകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല. അത് ഉടുപ്പൊന്നും സാരമില്ല, ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം. അതൊന്നും പറ്റത്തില്ല. മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു. എന്നോട് പറഞ്ഞു പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ശരിയാണ്, എന്നോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. വഴിയിൽ കയറിയപ്പം വണ്ടിയിൽ കയറിയപ്പോൾ ഒരു ഷർട്ട്, ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടല്ല, നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല, എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എന്നോട് പോലീസ് സ്റ്റേഷനൊക്കെ വളരെ മാന്യമായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. അവരതിനുശേഷം എന്നെ കൊണ്ട് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു. അതിനകത്ത് കുറേ സെക്ഷൻസ്, എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയത് അറിയത്തില്ല, പുതിയത്. ഇപ്പം എന്തായാലും IT 67 ഉണ്ടെന്ന് കണ്ടു. 67 എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം. ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല. അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്താണ് കേസ് എനിക്കറിയത്തില്ല. അതാണ് എൻ്റെ വാസ്തവം. അങ്ങനെ എന്നെ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പോലീസുകാരൊക്കെ വളരെ നല്ല ഭംഗിയായിട്ടാണ്, മര്യാദയ്ക്കാണ് പെരുമാറിയത്. ഭക്ഷണം വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിലത്താണ് ഇരുന്നത്. അതിന് ഉടുപ്പിടാത്ത ആളിന് കസേര ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് തോന്നി ഞാൻ നിലത്താണ് ഇരുന്നത്. അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു. അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത്. ഈ പരാതിക്കാരി താങ്കൾക്ക് അറിയാമോ? ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചു പരാതിക്കാരിയെ കുറിച്ച്. എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട്. ഇയാൾ ഇപ്പം കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസുള്ളതാണ്. ദുബായിൽ അയാൾ ജയിലിലാണ് ഇപ്പോൾ. ഇയാൾ എന്തോ ഒരു കെൻസ വെൽനസ് സെന്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ്. ഇയാൾക്കെതിരെ വാർത്ത. അപ്പോൾ ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ്, ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട്, അവർക്കെതിരെ തെളിവുകളുണ്ട്. അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം, അല്ലാതെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ആ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ്. എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു. ഇത് ആദ്യമായിട്ടല്ല താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ, അപകീർത്തി പരാമർശം നടത്തുന്നുള്ള കേസ്, നിരവധി കേസുകളുണ്ട്. ജാമ്യം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. ഇതൊരു രാഷ്ട്രീയ പ്രീതി മാത്രമാണെന്ന് മനസ്സിലാക്കാമോ? തീർച്ചയായിട്ടും. കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നെങ്കിൽ അഗ്രസീവായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പ്. ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും 2 ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു. അറിയില്ല ഉപാധികൾ. അപകീർത്തിപ്പെടുത്തിയെന്ന മാഹി സ്വദേശിനിയുടെ പരാതിയിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു ഷാജൻ സ്കറിയ.